സംസ്ഥാന സർക്കാരിന്റെ കർഷകദ്രോഹ നടപടികൾ പ്രതിഷേധിച്ച് കൃഷ്ണപുരം മണ്ഡലം കർഷക കോൺഗ്രസ് കമ്മിറ്റി കൃഷിഭവന് മുന്നിൽ ധർണ നടത്തി. കെപിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ.പി. ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷകരെ ദുരിതത്തിലാഴ്ത്തുന്ന സർക്കാരിന്റെ നടപടികൾക്കെതിരെ കർഷക കോൺഗ്രസ് കൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിഭവന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ധർണ കെപിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ.പി. ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. പരാതികളുമായി ചെല്ലുന്ന തന്റെ പ്രതിഷേധം അറിയിക്കുവാൻ ചെല്ലുന്ന പാവപ്പെട്ട കർഷകനെ കൊടും കുറ്റവാളികളെ കൈകാര്യം ചെയ്യുന്ന മനോഭാവത്തോടെ അവരെ തല്ലിച്ചതയ്ക്കുവാനും അടിച്ചമർത്തുവാനും നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടം ഈ രാജ്യത്ത് നിലകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്യന്തം അപമാനകരമാണ്, അപകടകരമാണ്. എന്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിൽ ഇങ്ങനെ ഒരു മാറ്റം വന്നു? കർഷകനെ ആദരിക്കുന്ന സംസ്കാരത്തിൽ നിന്നും കർഷകനെ കൊടും കുറ്റവാളികളെ പോലെ കൈകാര്യം ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് ഈ രാജ്യം എങ്ങനെ മാറി എന്ന് ചോദിച്ചാൽ, ഈ രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തിലേക്ക് കടന്നു വന്നവർ അവർ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെയും മുതലാളിമാരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സർക്കാരുകളായി മാറിയതിന്റെ അധപ്പതനവും അതിന്റെ ദുരന്തവുമാണ് ഇന്ന് ഈ രാജ്യത്തെ കർഷകർ അനുഭവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റ് ആയിക്കോട്ടെ, കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ആയിക്കോട്ടെ, നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഭരണനേതൃത്വം കൊടുക്കുന്ന CPM അവർ അവകാശപ്പെടുന്ന രാജ്യത്തെ കർഷകന്റെയും കർഷക തൊഴിലാളികളുടെയും ഒക്കെ ചരിത്രവും പാരമ്പര്യവുമാണ്. പക്ഷേ ആ ചരിത്രവും പാരമ്പര്യവും അവകാശപ്പെട്ടിരുന്ന പാർട്ടി ഇന്നൊരു മുതലാളിത്ത പാർട്ടിയായി കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് അടിമപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയായി അധപ്പതിക്കുമ്പോൾ പിണറായി എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ന് മുതലാളിത്തത്തിന്റെ ഭാഗമായി ഈ പ്രസ്ഥാനത്തെ മുഴുവൻ ഒരു പ്രത്യയശാസ്ത്രത്തെ കച്ചവടച്ചരക്കാക്കി അതിനെ വിലക്കെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അവിടെ സാധാരണക്കാരന്റെ താല്പര്യങ്ങൾക്കോ കർഷകന്റെ താല്പര്യങ്ങൾക്കോ യാതൊരു പ്രസക്തിയുമില്ല എന്ന് മാത്രമല്ല, മുതലാളിത്ത താല്പര്യങ്ങളും കോർപ്പറേറ്റ് താല്പര്യങ്ങളും അടിച്ചേൽപ്പിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ മണ്ണ് സർക്കാർ ഇപ്പോൾ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട് കൊട്ടിക്കൊടുച്ചുകൊണ്ടുള്ള പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട കർഷകന് കൊടുക്കുവാൻ ആനുകൂല്യം കൊടുക്കുവാൻ പണമില്ല, അവന്റെ സബ്സിഡി കൊടുക്കുവാൻ പണമില്ല. ലോകബാങ്ക് കേരളത്തിലെ കേര കർഷക ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി അനുവദിച്ചതും ഇപ്പോൾ സർക്കാർ വകമാറ്റി ചെലവഴിച്ചതുമായ 139 കോടി രൂപ അടിയന്തരമായി കർഷക ക്ഷേമ പദ്ധതികൾക്കായി തിരികെ നൽകണമെന്ന് കെ.പി. ശ്രീകുമാർ ആവശ്യപ്പെട്ടു. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഓമനക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ചിറപ്പുറത്ത് മുരളി മുഖ്യപ്രഭാഷണം നടത്തി. കാർഷിക മേഖലയെ നവീകരിക്കാൻ കഴിയുന്ന, കാർഷിക പ്രാധാന്യം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കൃഷി വകുപ്പ് കഴിഞ്ഞ 4 വർഷക്കാലത്തെ പ്രസാദിന്റെ പ്രവർത്തനം മൂലം കാര്യക്ഷമത കുറയുക മാത്രമല്ല പൂർണ്ണമായി ദയനീയമായി പരാജയപ്പെട്ട ഒരു വകുപ്പിന്റെ മന്ത്രിയായി ഓണാട്ടുകാരുടെ പ്രിയപ്പെട്ട ശ്രീ പ്രസാദ് മാറി എന്നുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം നാം വിസ്മരിക്കാൻ പാടില്ല. ഞാനിത് പറയുവാൻ കാരണം, അദ്ദേഹം കൃഷിമന്ത്രിയായതിനു ശേഷം നമുക്കറിയാം, ഞാൻ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഓണത്തിന് ഉത്തരാടത്തിന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു മാർച്ച് വെച്ചു, ധർണയും. കേരളം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മാർച്ചായിരുന്നു അത്. ആ മാർച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം വന്യമൃഗ ശല്യം നേരിടുകയും ഓണാട്ടുകര പ്രദേശത്തെ വ്യാപകമായി കാട്ടുപന്നിയുടെ കടന്നാക്രമണം പോലെ കൃഷിയും മനുഷ്യജീവനും ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തെ സംബന്ധിച്ച് വള്ളികുന്നത്തെ കർഷക കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ സമരത്തിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ കൃഷിമന്ത്രി പി പ്രസാദിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി തങ്കച്ചൻ, നിയോജക മണ്ഡലം പ്രസിഡന്റ് വയലിൽ സന്തോഷ്, ജില്ലാ സെക്രട്ടറി കൗശിക് ഡാനിയൽ, DCC അംഗം തണ്ടളത്ത് മുരളി, KM ഷെരീഫ് കുഞ്ഞ്, KK ബഷീർ, ബദറുദ്ദീൻ, ശിവലാൽ, സിന്ധു രവി, സിന്ധു വയലിൽ, KP അയ്യപ്പൻ നായർ, റഷീദ്, രാജൻ പിള്ള, സുരേഷ്, KK ജാഫർ, M നാദിർ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.